അതിൻ്റെ ഭാഗമായതിൻ്റെ ശേഷം ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെ ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിൻ്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരനെ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മുൻഗാമികളൊക്കെ ഇതിൻ്റെ ഫൗണ്ടേഴ്സ് കോ ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും, അവരോടൊന്നും അപമര്യാദയില്ല. പക്ഷേ എൻ്റെ തലമുറയിലെ ഒരുപക്ഷെ ധീരനായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷി അതിനോടും അതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടമുണ്ടാകും. ആ നിലയിലൊരു സഹവർത്തിത്വം, ഒരുപക്ഷെ ഒരു മാനസപുത്രൻ എന്ന അദ്ദേഹം തന്നെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക്, അതിനുള്ള മര്യാദയാണ് എന്ന് രാഷ്ട്രീയപരമല്ലാതെ തന്നെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് രാജ്യം പകർന്ന് നൽകിയ തൃശ്ശൂർക്കാർക്കുള്ള അതുവഴി കേരളത്തിനും തമിഴ്നാടിനുമുള്ള അനുഗ്രഹമായി ഒരു പദവിയിൽ ഇരുത്തിയെങ്കിൽ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ഗുരുത്വം നിർവഹിക്കാൻ ആണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അതിന് ചോദ്യങ്ങളൊന്നുമില്ല, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എൻ്റെ കയ്യിലില്ല. ദയവ് ചെയ്ത് ക്ഷമിക്കണം. നയനാർ സഖാവിൻ്റെ ഞാനിപ്പോഴും ഉറച്ച ഭാരതീയനായി ഭാരതീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തി, ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്കും തീർച്ചയായിട്ടും എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ എവിഡൻ്റാണ്, അതുടയാൻ പാടില്ല. പക്ഷേ എന്ന് വെച്ച് എൻ്റെ വ്യക്തിയുടെ നിർവഹണം അതെൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്, അതിനൊരിക്കലും രാഷ്ട്രീയ മാനം കാണേണ്ടതില്ല, എൻ്റെ അഭ്യർത്ഥനയാണ്. അപ്പോൾ ശാരദ ടീച്ചർ എൻ്റെ അമ്മയാണെങ്കിൽ അതിന് മുന്നേ എനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടിയാണ്. അപ്പോൾ ആ സ്നേഹം ഞാൻ നിർവഹിച്ചു കൊള്ളട്ടെ. നിങ്ങൾ മാധ്യമങ്ങൾ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ചിന്ത വെച്ച് പുലർത്തിക്കോളൂ. വൈകുന്നേരം ചർച്ചയ്ക്ക് വിഷയമാക്കിയെടുത്ത് അത് കച്ചവടമാക്കിയെടുക്കണമെങ്കിൽ അതും ചെയ്തുകൊള്ളൂ. പക്ഷേ എന്നെ അതിൻ്റെ മെറ്റീരിയൽ ആക്കരുത്.